ഏറ്റവും വലിയ മാളായ മാൾ ഓഫ് ഏഷ്യയുടെ മുന്നിൽ നിൽക്കുകയാണ്. അതിലൊക്കെ ഒന്ന് കയറി ചുറ്റിക്കറങ്ങാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഒരു 2 മണിക്കൂർ സമയം നമുക്ക് കിട്ടും ഇതിനകത്ത്. അത് കഴിഞ്ഞാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ എൻട്രൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളിൽ അകത്തേക്ക് പോവുകയാണ്. ഇതിനകത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഓരോന്നായി കാണാം. ഞങ്ങളിപ്പോൾ പകലാണ് ഇവിടെ വന്നിരിക്കുന്നത്. രാത്രിയാണെങ്കിൽ ഇതൊക്കെ വളരെ മനോഹരമായിട്ട് ലൈറ്റാണെല്ലാം നിങ്ങളെ കാണിച്ചു തരാൻ വഴിയില്ല, പകലായതുകൊണ്ട്. ചെയ്ത് കഴിഞ്ഞു. ലൈറ്റ് എല്ലാം വളരെ മനോഹരമാണ്. നമ്മൾ രാത്രി വരേണ്ടിയിരുന്നു ശരിക്കും ഇത് കാണാൻ. നിങ്ങൾക്ക് അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വന്ന് കാണണം. നമ്മുടെ ലുലു മാളിനെ കാട്ടിയൊക്കെ വളരെ മനോഹരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിനി ഓരോ സെക്ഷനായിട്ട് നോക്കാം. ചെരുപ്പിൻ്റെ സെക്ഷനാണ് ഇത്. രാവിലെ ഏകദേശം 10:30 മണി ആയതുകൊണ്ട് ഒട്ടും തിരക്കില്ല. വർക്കിംഗ് ഡേ കൂടിയാണ്. എങ്കിലും ഇത് കാണാൻ പറ്റിയത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ ഇവിടെയൊക്കെ ഗ്രീനറി എല്ലാം ചെയ്തിരിക്കുകയാണ്. വളരെ വിശാലമായിട്ടുള്ള ഹാള്. പിന്നെ ഇതിൽ വളരെ രസകരമാണിത് കാണാൻ തന്നെ. പിന്നെ 3 ഫ്ലോറാണ് കാണിക്കുന്നത് ഇവിടെ. ഓരോ ഫ്ലോറിലും കയറി നോക്കാം. ഫുഡ് കോർട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഓരോ കോഫി കുടിക്കാം. ഫുഡ് കോർട്ട് എത്തി. ഇനി നമുക്ക് എല്ലായിടവും ഒന്ന് ചുറ്റി കണ്ടിട്ട് ഓരോ കോഫി കുടിക്കാം. എൻ്റെ കൂടെ വരൂ. ഫുഡ് കോർട്ടിൽ ഇരിക്കുവാണ്. ഒരേ കോഫിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇവിടെ എല്ലാ സ്റ്റേറ്റിൻ്റെയും മിക്കവാറും എല്ലാ സ്റ്റേറ്റിൻ്റെയും ഫുഡ് കോർട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കോഫി മാത്രം കുടിച്ച് ഉച്ചയ്ക്ക് കുറച്ചുകൂടെ ഹെവി ആയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. വിശാലമായ ഫുഡ് കോർട്ടാണ്.
ഫേഷ്യയിലെ ടൈം സോണിലാണ് നമ്മൾ നിൽക്കുന്നത്. ലുലുവിലേക്ക് പോലെ തന്നെ അതിനേക്കാൾ കുറെ കൂടി റൈഡുകൾ ഇതിനകത്തുണ്ട്. കുട്ടികൾക്ക് സമയം പോവാൻ വളരെ രസകരമായിട്ടുള്ള റൈഡുകളൊക്കെ ഉണ്ട്. അവിടെ കാണാത്ത റൈഡുകളും ഇതിനകത്തുണ്ട്. എന്തായാലും കുട്ടികൾക്ക് എൻജോയ്മെന്റിന് പറ്റിയ ഒരു സ്ഥലമാണിത്. നമുക്ക് നോക്കാം. ഇത് നമ്മുടെ അവിടെ ഇല്ലാത്ത ഒരെണ്ണമാണ്. ലുലു മാളില് കണ്ടിട്ടില്ലാത്ത ഒരെണ്ണമാണ് ഇത്. പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ ഏകദേശം മാൾ ഓഫ് ഏഷ്യ ചുറ്റിക്കറങ്ങി കണ്ടു. ഇനി നമ്മൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ മാൾ ഓഫ് ഏഷ്യയൊക്കെ കണ്ടു. എത്ര സമയം വേണമെങ്കിലും നമുക്കവിടെ ചിലവഴിക്കാം. പക്ഷേ നമുക്ക് ഫ്ലൈറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ബാംഗ്ലൂരിലെ തിരക്കറിയാമല്ലോ. പക്ഷേ ഇത് ഉച്ച സമയം ആയതുകൊണ്ട് വലിയ തിരക്കില്ല. എങ്കിലും കുറച്ച് നേരത്തെ എയർപോർട്ടിൽ എത്തും. നമ്മളിപ്പോൾ ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് ഇരിക്കുന്നത്. ഇൻഡിഗോയാണ് ഫ്ലൈറ്റ്. 5 മണിക്കേ ഉള്ളൂ. പക്ഷേ ഇന്റർനാഷണൽ എയർപോർട്ടായിരുന്നതിന് പലയൊക്കെ അവർ കാണാനുണ്ടായിരുന്നു. ഡൊമസ്റ്റിക് ആയതുകൊണ്ട് വലിയ കാണാനൊന്നും വലുതായിട്ടില്ല. ബാംഗ്ലൂർ എയർപോർട്ടാണെങ്കിലും തീരെ ചെറുതല്ല. ബാംഗ്ലൂർ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിലെത്തി. ബൈ.